ഹലോ ഗേസ്, ഞാനിപ്പോഴേ എനിക്കിപ്പോൾ ഉണ്ടായ ഒരു അനുഭവം കേട്ടോ പറയുന്നത്. ഞാനൊരു ഇൻഫോ പാർക്കിലേക്കൊരു യാത്രീൻ്റെ ട്രിപ്പ് അടിച്ചു. നമ്മളെ വെണ്ണലെന്നാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. 200 രൂപയുടെ ഒരു ട്രിപ്പായിരുന്നു, ഒരു ആരതി. അപ്പോൾ അവിടെ പോയപ്പോൾ റൈറ്റ് സൈഡിൽ ഇങ്ങനെ കസ്റ്റമർ നിൽക്കുന്നുണ്ട്. ആൾ ഒന്നും നോക്കുന്നൊന്നുമില്ല, തൊട്ടപ്പുറത്ത് തന്നെ നിൽക്കുന്നത്, ചെറിയ റോഡാണ്. അപ്പോൾ ഞാൻ ക്ലാസ് അതിൽ വെച്ചു മറ്റേ യാത്ര ബുക്ക് ചെയ്തതിന് വെച്ച്. അപ്പോൾ ഒന്നും ഇങ്ങനെ മിണ്ടണില്ല. ക്യാബ് ബുക്ക് ചെയ്തതിന് വെച്ചു ആരതി അല്ലേ വെച്ചു. ഇത് തന്നെയാണ് വണ്ടി എന്ന് പറഞ്ഞു. അപ്പോൾ കയറാൻ ചെറിയ മടി. എന്നിട്ട് ലാസ്റ്റ് ഇവിടെ ഡോറ് തുറന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഇത് ഊബറാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഊബറല്ല, യാത്രയാണ്, കേരള സവാരിയാണ്. അത് ഞാൻ ക്യാൻസൽ ചെയ്തതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ ക്യാൻസലായില്ല, നമ്മളെ ആപ്പിൽ ക്യാൻസലായിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത് ക്യാൻസലായില്ല, നോക്കി കാട്ടി കൊടുത്തു, നിങ്ങളെ ആപ്പിൽ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നോക്കുമ്പോൾ അത് ക്യാൻസലായില്ല, പക്ഷേങ്കിൽ ഞാൻ ആക്കിയതാണെന്ന് പറഞ്ഞു. ആക്കിയ സാധനം എന്തായാലും പിന്നെയും വരില്ല, അത് ചിലപ്പോൾ ശരിക്കും ആയിട്ടുണ്ടാവില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയോ? ഇത് ഇവരെ കാര്യം മാത്രമേ നോക്കുള്ളൂ. ഇവർക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഊബർ, യാത്രി, റാപ്പിഡോ ഇങ്ങനെ 3 ആപ്ലിക്കേഷൻ ഉണ്ട്. പിന്നെ ഓലയും കുറച്ച് വേറെ 2-3 ആപ്പുകളൊക്കെ ഉണ്ടോന്നു. മെയിനായിട്ട് ഈ 3 ആപ്പുകളാണ്. അപ്പോൾ ഇവർ ഈ 3 ആപ്പിലും ബുക്ക് ചെയ്തിടും. എന്നിട്ട് ഏതാ ഫസ്റ്റ് വരുന്നതിൽ കയറിപ്പോവും. അതാണ് ഇവർ ചെയ്യണത്. അപ്പോൾ ഇവിടെ പ്രശ്നം വരുന്നത് ഡ്രൈവർമാർക്കാണ്. 3 ഡ്രൈവർമാരും പുറപ്പെടും. എന്നിട്ട് അതിൽ ആരെ ഫസ്റ്റ് എത്തണു അവരെടുക്കും, ബാക്കിയൊക്കെ ക്യാൻസൽ ചെയ്ത് കളയും. ഇവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, എല്ലാത്തിലും ഒന്ന് കയറിയിട്ട് ആദ്യം റേറ്റ് നോക്കി നോക്കാം, ഏതാ കുറവുള്ള വെച്ചാൽ ബുക്ക് ചെയ്യുക. പക്ഷേങ്കിൽ ഈ 3 ബുക്ക് ചെയ്യണത് ഒരുമാതിരി വേറൊരു വൃത്തിയായിട്ടൊരു പരിപാടിയാണ്. നമ്മളെവിടെയും വല്ല തണലെവിടെയും കണ്ടു കഴിഞ്ഞാൽ അവിടെ അടിപൊളിയായിട്ട് പാർക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് അവിടുന്ന് കയറി എടുത്ത് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ അവിടുന്ന് കരിയിട്ടാണ്ട് യൂട്ടണൊക്കെ അടിച്ച് എറണാകുളത്തെ ബ്ലോക്ക് അറിയാം. ചിലപ്പോൾ ഈ ബ്ലോക്കിൽ നിന്നൊക്കെ കരിയിട്ടാണ്ട് കയറി ചിലപ്പോൾ 2 കിലോമീറ്ററിലൊക്കെ പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. എന്നിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കിട്ടുക. വരുന്ന വഴിക്ക് എത്താൻ നേരത്തേക്ക് കയറി ക്യാൻസൽ ചെയ്യുന്നുണ്ടാവുക. ഇനി അഥവാ ചിലപ്പോൾ ചെറിയ പൈസ എന്തായാലും ക്യാൻസൽ ചെയ്തതിൻ്റെ കിട്ടിയാലും 15-20 റുപ്യ കിട്ടുള്ളൂ. നമ്മളാ പോകുന്നതിൻ്റെ ശരിക്കുള്ള ഒരു എമൗണ്ട് അതിൽ കിട്ടൂല. അപ്പോൾ ബുക്ക് ചെയ്യുന്ന പോലെ ഈ വീഡിയോ എന്തെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് വിചാരിച്ച് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ വേണമെങ്കിൽ റേറ്റ് നോക്കിക്കോ, കുഴപ്പമില്ല. റേറ്റ് ഏതാ കുറവ് വെച്ചാൽ അത് ബുക്ക് ചെയ്തോ, കുഴപ്പമില്ല. കാരണം യാത്രയിൽ ഇപ്പം ഞാൻ റേറ്റ് കുറഞ്ഞാലും നമുക്ക് ഊബറിൽ തരുന്ന റേറ്റ് നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അത് കുഴപ്പമില്ല, ഏതാ ബുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ. പക്ഷേങ്കിൽ 3 ബുക്ക് ചെയ്തിട്ട് ഫസ്റ്റ് വരുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഒഴിവാക്കണം. അങ്ങനെ ആ ട്രിപ്പ് ഞാൻ ഡ്രോപ്പ് ചെയ്തു. അത് പിന്നെ ആള് വണ്ടി കയറിയിരുന്നു, കാരണം ഞാനാണല്ലോ ഫസ്റ്റ് എത്തിക്കണത്. ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്നോ, ആ വന്ന ഡ്രൈവർ നല്ല തെറി ഇങ്ങനെ പറയുണ്ടാവും. അതാ ബുക്ക് ചെയ്ത ആൾക്ക് ഒറ്റക്കായിരിക്കൂല, അവരെ വീട്ടിൽ തോലി എല്ലാവരും പാടെ കൂട്ടിച്ചേർത്തിട്ട് ഇങ്ങനെ തെറി പറയുന്നുണ്ടാവുക. പിന്നെ തെറി പറഞ്ഞാൽ നമ്മളെ മേത്ത് തട്ടണമൊന്നുമില്ലല്ലോ, പക്ഷേങ്കിൽ എന്നാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ബുക്ക് ചെയ്യുന്ന ആരെങ്കിലൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ദയവ് വിചാരിച്ച് അങ്ങനത്തെ പരിപാടി ചെയ്യരുത്, ശ്രദ്ധിക്കുക.